ഡോക്ടർ ബി ജയരാജ്, ഇന്നും രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള ആരോപണമാണല്ലോ CPM ഉന്നയിക്കുന്നത്. നേരത്തെ ED റെയ്ഡിന് വന്നപ്പോൾ അവരെ ആക്രമിച്ചവരാണ് CPM. ഇപ്പോഴും ഈ ആരോപണം ഉന്നയിച്ച് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അന്വേഷണം അതിൻ്റെതായ വഴിയിൽ നീങ്ങുകയാണല്ലോ. നമ്മൾ ഈ ഒരു വിഷയത്തിന് ആദ്യമേ കാണുന്നത്, എനിക്കിതിപ്പോൾ കണ്ടുകൊണ്ട് കുറേ നാളുകളായിട്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അസംബന്ധ നാടകം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, യൂജിൻ അയനസ്കോയുടെ റൈനോസേഴ്സ് എന്ന് പറഞ്ഞ നാടകത്തിലെ പോലെ ഇത് എങ്ങും എത്താത്ത രീതിയിൽ ഒരു അന്വേഷണവും, ഇതിനകത്തൊരു ക്രൈം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു മണി ലോണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഡിസ്ക്രിപ്പൻസീസ് 1.78 2.78 തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഒഴുക്ക്, ഇതിന്റെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ പ്രയോജനം ഉണ്ടായിട്ട്, മുമ്പ് സെലക്റ്റീവ് ലീക്കേജ് ആയിരുന്നു. ഇപ്പോൾ സഹായം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ലീക്കേജിന്റെ രീതിയിലല്ല സഹായം കൊടുക്കുന്നത്. അവർ സഹായം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഡയറിയിൽ പേരുകൾ കണ്ടു, ആ പേരുകൾ കണ്ട ഇപ്പം ഫോൺ നമ്പർ ചിലപ്പോൾ മൊബൈലിൽ സൂക്ഷിക്കുന്നവരുണ്ടാവും. മൊബൈൽ ഇപ്പോൾ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ മൊബൈലിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ക്ലൗഡിലില്ലാതെ അത് ചിലപ്പോൾ ഡയറിയിൽ എഴുതി വെക്കുന്നവരുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ നമ്പർ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഡയറിയിൽ എഴുതി വെക്കും. ആ ഡയറി എടുത്തിട്ട് പുതിയൊരു തെളിവായിട്ട് കൊണ്ടുവരുന്നു, പിടിമുറുകുന്നു, കുറുക്ക് മുറുകുന്നു, എന്നിങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കാണുമ്പോൾ സത്യത്തിൽ തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, സോഷ്യൽ മീഡിയ മാനേജർമാരടക്കമുള്ള മുഴുവൻ ആളുകളെ മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടികൂടുന്നു, അതിന്റെ പുട്ട വിമലാദിത്യയെ ആ ചാർജിൽ നിന്ന് ഒഴിവാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻ തൂഫാൻ തന്നെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു 20 രൂപയുടെ ഒരു അധികം ചാർജ്, ഓട്ടോ ചാർജ് മേടിച്ചെന്ന് പറഞ്ഞ് എത്ര നാൾ ക്രൂശിച്ചതാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം. ഈ ന്യൂസ് 18 ഞാനത് പറയുന്നില്ല, അങ്ങനെയുള്ള മാധ്യമങ്ങൾ. അവരാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ പണവും നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ അതൊക്കെ ഡോക്ടർ ബി ജയരാജ് അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഇന്ന് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ ED അന്വേഷണം നീളുന്നത് വെറുതെ ഒരു പ്രഹസനം എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇതിന് കേസിന്റെ ആ ഒരു മെറിറ്റ് ഉണ്ടല്ലോ. അവിടെ CMRL തന്നെ സമ്മതിച്ചതാണ് എക്സാലോജിക്കിനും വീണ വിജയനും സേവനം നൽകാതെ തന്നെയാണ് ഈ പണം കൈമാറിയത് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം SFIO നടത്തി, അതിൽ അന്വേഷണ റിപ്പോർട്ട് നൽകി. EDയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ കൈമാറിയ പണത്തിന്റെ അളവിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു കേസുണ്ട്, അതിന് മെറിറ്റുമുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിന് ആ ഒരു ആഗ്രഹമുണ്ട്, ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്, എന്തിനാണ് വീണ വിജയനും എക്സാലോജിക്കിനും CMRL സേവനം നൽകാതെ ഈ പണം കൈമാറിയത്. ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ അതിലെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള ചർച്ചകൾ വേണ്ടിവരും. അങ്ങനെയുള്ള സംശയങ്ങൾ ഉയരുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.